കൂട്ടുകാരെ വെൽക്കം. ഞാനും അമ്മയിൽ നിന്ന് പള്ളി വന്നതാണ്. ഇതാണ് റോസ്മിയുടെ ഇടവക. ഇവിടെയാണ് റോസ്മി കുഞ്ഞുനാളിന് മുകളിൽ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നതിൻ്റെ പിറ്റേ ദിവസം എടുത്തതാണ്. അതാണ് യാത്രാക്ഷണമൊക്കെ ഉള്ളതാണ്. എനിക്ക് ചില ക്ലിപ്പുകളൊക്കെ അത് പൂർണ്ണമായിട്ടും എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് തിരികെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് അതിനുശേഷം ഞങ്ങൾ കുറച്ച് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ഷട്ടർ പൊക്കി അതിനുശേഷം തിരിച്ചു പോന്നു. പിന്നെ അമ്മയുടെ ചാച്ചനെ കാണാൻ വേണ്ടി പോയി. അമ്മയുടെ ചാച്ചന് ഏകദേശം 100 വയസ്സ് ആയി കേട്ടോ. 100 വയസ്സായെന്ന് ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ പറയുന്നു, ചിലർ പറയുന്നു ഈ ഡിസംബർ ആവുകയുള്ളൂ. അതിനുശേഷം ഒന്ന് ഓടി കുറവഞ്ഞാട് പള്ളിയിൽ പോയി. കുറവഞ്ഞാട് പള്ളിയിൽ ഒന്നും പൂർണ്ണമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ കയ്യിൽ വേറെ വീഡിയോ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുവാണ് കേട്ടോ. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. മുന്നോട്ടുള്ള വീഡിയോ നല്ല വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ തുടങ്ങാം അല്ലേ. ചെല്ലു ബാ, അപ്പോൾ അപ്പോൾ അവിടെ പോയിരിക്കുക. അതെ, കാല് നോക്കാം. ബാ, ആരാ മൈ ഗ്രാൻഡ് പാ. ഇതാണ് എൻ്റെ അമ്മയുടെ ചാച്ചൻ കേട്ടോ. എൻ്റെ അമ്മേനെ കണ്ടില്ല, വലച്ച സൈഡിൽ നിൽക്കുന്നത് കേട്ടോ. ചാച്ചന് 100 വയസ്സായി കേട്ടോ. ചാച്ചന് നല്ല രീതിക്ക് എല്ലാം കാണാം, കേൾക്കാം. ഞാൻ ഓരോ കൊല്ലം വന്നു കഴിയുമ്പോഴും വർത്തമാനം പറഞ്ഞ് ചാച്ച മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ചാച്ചൻ പറയും ജോബി അല്ലേടാന്ന് ചോദിക്കും. ഇത്തയാണ് ഞങ്ങൾ മുടക്കം വരുത്താതെ ജോബി അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ എന്നെ. അപ്പം വളരെ സന്തോഷം. ചാച്ചൻ ഇങ്ങനെ പോട്ടെ. പിന്നെ ഇതാണ് അമ്മാവൻ കേട്ടോ. അമ്മാവന്മാർ 2-3 പേരുണ്ട്. ഇതിലൊരു അമ്മാവൻ ഇതാണേ. ചാച്ചനെ കണ്ടതിന് ശേഷം ഞങ്ങൾ കുറവലങ്ങാട് പള്ളിയിലേക്ക് പോകുന്നു. ഇതാണ് കുറവലങ്ങാട് പള്ളി കേട്ടോ. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞാനും റോസ്മി എല്ലാം വന്ന് ഒട്ടനവധി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി മുന്നോട്ട് ഞാൻ അത് കാണിക്കാം കേട്ടോ. ഇത്തവണ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ കുറച്ചങ്ങ് ഫുട്ടേജ് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി വീണ്ടും ഞാൻ ഈ പള്ളി വരും. പള്ളി വന്നു കഴിയുമ്പം ഇവിടെ കപ്പലോടുന്ന പരിപാടിയുണ്ട്, പഴയ പള്ളിയുണ്ട്, ഒട്ടനവധി ചരിത്രം ഉറങ്ങുന്ന പള്ളിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഇങ്ങോട്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തുകാരൊക്കെ ഈ ഇടവക്കാരൊക്കെ ലോകത്തിലെ പല ഭാഗത്തും ജോലി ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്തോഷം കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം യാത്രയായിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം രാമപുരം പള്ളിയിൽ പോയി. രാമപുരം പള്ളിയൊക്കെ എന്നെ ഭംഗിയാണെന്നാണ് കാണാൻ. ഇങ്ങനെ രാമപുരം പള്ളി മാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ പോയി, ഒട്ടനവധി സ്ഥലങ്ങളിൽ പോയി, വാരണാസി പോയി. ഇങ്ങനെ കുറേ യാത്രകളായിരുന്നു ഞാൻ ഈ 3 മാസമായിട്ട് റോഡ് യാത്രകളായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പം പള്ളിയുടെ ഇത് കുറച്ച് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാ അലുക്കുൽത്താണായിട്ടാണ് ഇത് എടുത്തതെന്ന്. ഇത് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയതാണ്. അപ്പം പോരായ്മകളൊക്കെ ഉണ്ട്. പള്ളീനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ ഇനി നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് അത് കാണാം കേട്ടോ. ഇനി ഇവിടുന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് പപ്പായിക്ക് 2 സ്ഥാപനങ്ങളുണ്ടായിരുന്നു പണ്ടേ. വർഷങ്ങളായിട്ട് പപ്പായിക്ക് കടുത്തുരുത്തി ടൗണിൽ തന്നെ കാറ്ററിങ്ങിൻ്റെ ബിസിനസ്സൊക്കെ ആയിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ തുടങ്ങിയതാണ്. കോട്ടയം ജില്ലയിൽ കാറ്ററിങ് തുടങ്ങുന്ന സമയം. ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഔട്ട്പുട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പം എടുത്തതാണ്. ഈ കടയിലെ വീഡിയോ കേട്ടോ. അപ്പം ഇതാണ് കടുത്തുരുത്തി. ഇവിടെയാണ് പപ്പ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ് ഇത് ഞങ്ങളുടെ ഭാഗമാണ് കേട്ടോ. ഇത് ഒരു ഡോക്ടർക്ക് റെൻറ്റിന് കൊടുത്തേക്കുവാണ്. സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഡെൻ്റൽ ക്ലിനിക്ക് ആണ് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ. പുള്ളി അവിടെ വാടകയായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ പുറകിലേക്കുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെയാണ് കേട്ടോ. മുന്ന് തൊട്ട് പുറകിലേക്കുള്ള ഭാഗങ്ങളെല്ലാം ആ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലം തൊട്ട് ഇതായിരുന്നു നമ്മുടെ ഓഫീസ്. ജസ്റ്റ് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഡെഡായിട്ട് കിടക്കുമായിരുന്നു. ഇവിടെയായിരുന്നു ഓഫീസ് വന്നത്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ വെക്കുമായിരുന്നു. ഇത് കൂടാതെ തന്നെ ഇനി പുറകിലേക്ക് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പുറകിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഓഡിറ്റോറിയമൊക്കെ ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയവും പുറകിലായിരുന്നു കാറ്ററിങ്ങിൻ്റെ വലിയ യൂണിറ്റും ഗോഡൗണും എല്ലാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ഇതെല്ലാം സാധനങ്ങളെല്ലാം കൊടുത്തു. ഇതെല്ലാം ഇങ്ങനെ കിടക്കുമായിരുന്നു. ഈ ക്ലിപ്പ് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ എടുത്താണ് കേട്ടോ. ഇത് നമ്മുടെ 2ാമത്തെ അമീറയാണേ. കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇതിൻ്റെ അകത്തായിരുന്നു ഞങ്ങളുടെ കാറ്ററിങ്ങിൻ്റെ യൂണിറ്റുകൾ. ഇതിൻ്റെ അകത്ത് ആ മുറികളൊക്കെ ഉണ്ടോ, അതിനകത്തൊക്കെ നിറയെ സാധനങ്ങൾ ഇരിക്കുവാണ് കേട്ടോ. കാട് കയറി കിടക്കുവാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് സിവിൽ സ്റ്റേഷന്. കടുത്തുരുത്തി സിവിൽ സ്റ്റേഷനാണ് അങ്ങ് കണ്ടത്. പിന്നെ അവിടെ തന്നെയാണ് പോലീസ് സ്റ്റേഷനും സർക്കിൾ ഓഫീസും എല്ലാം. കടുത്തുരുത്തി ശിവക്ഷേത്രവും. ഇതിൻ്റെ ഒരു സൈഡ് കോട്ടയം ജ്ഞാനാക്കാട് പള്ളിയും നമ്മുടെ കത്തോലിക്ക പള്ളിയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശമാണ്
കടുത്തുരുത്തി ശിവക്ഷേത്രവും CBM കളരി ഇങ്ങനെയുള്ള എല്ലാ കടകളെല്ലാം ഇല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട കടയുടെ ഷട്ടറുകളൊക്കെ ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. പുറകിലൊക്കെ അതിനകത്തൊക്കെ ഒട്ടനവധി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇപ്പം വന്നേക്കുന്നത് നമ്മൾ വേറൊരു കടയിലാണ് കേട്ടോ. ഇത് നമ്മുടെ തന്നെ സ്വന്തം കടയാണ്. ഇതിൻ്റെ അകത്തും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് ചെയ്യാൻ കാണിച്ചു തരാമേ. ഇതൊക്കെ എനിക്ക് നഷ്ടങ്ങൾ വന്ന സാധനങ്ങളാണ് കേട്ടോ. കൊറോണയുടെ സമയത്ത് ഞാൻ ഈ കട അടച്ചു. അതിനുശേഷം ഇത് മൊത്തം ഡെഡാണ് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്തു എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കാണിച്ചത് അടുത്ത വീഡിയോക്കകത്ത് കേട്ടോ. എന്നാൽ പിന്നെ ബൈ ബൈ.